ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഫോണെ വീഴരുത്. അപ്പോൾ ഞാനിങ്ങനെ ഓൾറെഡി ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൺബോക്സിങ് ഡൂട്ട് ആളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഉള്ള കുറേ കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ആ ഒരു സമയത്ത് അൺബോക്സിങ് ഡൂഡിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ അകത്തും ഇൻസ്റ്റയിലും മൊത്തം ഇവരുടെ വീഡിയോസും കാര്യങ്ങളും തന്നെയായിരുന്നു. ഓൺലൈൻ മീഡിയ ഇട്ടിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പീക്ക് ലെവലിലേക്കുള്ള കോൺട്രവേഴ്സി സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇവരുടെ നിക്കാഹിൻ്റെ സമയത്ത് ഉസ്താദ് മഹറിൻ്റെ കണക്ക് പറഞ്ഞത്. അതായത് മഹർ എത്രയാണെന്നുള്ളത് 4 ലക്ഷത്തി സംതിങ് റുപ്പീസാണ് ആ ഒരു മഹറിന് വരുന്നത് എന്നുള്ളത് വിളിച്ചു പറഞ്ഞത് ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പൈസ വിളിച്ച് പറയാറില്ല, അല്ലെങ്കിൽ അതൊരു കച്ചവടമാണോ, ഇത് കല്യാണമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊരു സാധനം ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്നുണ്ടെങ്കിലും പവൻ്റെ കണക്ക് പറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഇത്ര പവൻ മഹർ നൽകി അല്ലേ മേ? അതെ, പവൻ്റെ കണക്ക് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്ര പവൻ സ്വർണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മഹർ നൽകിക്കൊണ്ട് താങ്കളുടെ മകളെ ഞാൻ ഭാര്യയെ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ മൈക്കിൽ വിളിച്ചു പറയുന്ന സമ്പ്രദായമൊക്കെ ഇവിടെ ഉണ്ട് ഓൾറെഡി. എല്ലായിടത്തും ഇല്ല തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. മൈക്കിൽ വിളിച്ചു പറയുന്ന സംഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ അൺബോക്സിങ് ഡൂഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് സ്വർണമല്ല ഡയമണ്ടാണ് വൈഫിന് മഹറായിട്ട് കൊടുത്തത്. അപ്പം യൂഷ്വലി ആ നാട്ടിൽ സ്വർണമാണ് കൊടുത്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പം അല്ലെങ്കിൽ ആ ഉസ്താദ് പങ്കെടുത്തിട്ടുള്ള നിക്കാഹുകളൊക്കെയും സ്വർണത്തിലായിരുന്നു. അപ്പം ഈ ഡയമണ്ട് വന്ന സമയത്ത് ആളുടെ അടുത്ത് ചോദിച്ചു, അൺബോക്സിങ് ഡൂഡിൻ്റെ അടുത്ത് ഉസ്താദ് ചോദിച്ചു ഇതിൻ്റെ ക്യാരറ്റ് എത്രയാണ്. അപ്പം അവനെ അറിയില്ലായിരുന്നു. അപ്പം അറ്റ് ദ എൻഡ് എന്ത് ചെയ്യണമെന്നറിയാണ്ട് അതിന് എത്ര പൈസ കൊടുത്താണ് നിങ്ങളത് വാങ്ങി എന്ന് ചോദിച്ച സമയത്ത് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ മഹർ വാങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, മഹറിൻ്റെ പവൻ പറയാൻ ഡയമണ്ട് ആണ്, അതിൻ്റെ ക്യാരറ്റ് അറിയില്ല. സോ എമൗണ്ട് പറഞ്ഞിട്ടാണ് ആള് പിന്നെ പൈസേൻ്റെ കണക്ക് പറഞ്ഞത്. പിന്നെ അവൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ മൈക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇവിടെയൊക്കെ മൈക്കിൽ വിളിച്ച് പറയാറുണ്ട്. നിക്കാഹിന് മൈക്കിൽ ഉസ്താദുമാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ചെക്കൻ്റെ കയ്യിലൊരു മൈക്ക്, ബ്രൈഡിൻ്റെ ഫാദറിൻ്റെ കയ്യിലൊരു മൈക്ക്, ഉസ്താദിൻ്റെ കയ്യിലൊരു മൈക്കൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പവൻ്റെ കണക്ക് പറയാത്തത് കൊണ്ടാണ് എമൗണ്ട് പറഞ്ഞേ എന്നുള്ളത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര മോശമായിപ്പോയി, കല്യാണം ഒരു കച്ചവടമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മെയിനായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കല്യാണം വിചാരിച്ചതുപോലെ ഹാപ്പി എൻഡിങ് ആവാണ്ട് കുളമായതിനുള്ള എല്ലാ ക്രെഡിറ്റും ഇവർ കൊടുക്കുന്നത് ഓൺലൈൻ മീഡിയാസിനാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അൺഇൻവൈറ്റഡ് ആണ് അവരെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല കല്യാണത്തിന്. ഓൺലൈൻ മീഡിയാസിനെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, അവരായിട്ട് വന്നതാണ്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എനിക്ക് തോന്നുന്നു 3 years ബാക്കാന്ന് തോന്നുന്നു, 3 or 2 years ബാക്കാന്ന് തോന്നുന്നു, എനിക്കൊരു മെഹന്ദീൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. മെഹന്ദീൻ്റെ പ്രൊമോഷൻ ഉണ്ടായ സമയത്ത് ആൾ ബ്രൈഡൽ ഹെന്ന ഒക്കെ ചെയ്യുന്ന ആളാണ്. സോ പിന്നെ മെഹന്തി കാര്യങ്ങളൊക്കെ ഇട്ടു, പേരെഴുതി. അപ്പം അവർ നോർമലി പേരെഴുതും. ഈ കയ്യിൽ നമ്മളെ പേര്, ഗ്രൂമിൻ്റെ പേര്, പിന്നെ വെഡ്ഡിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് ഹെന്ന ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്നാണ് ഹെന്ന ഇട്ടതെങ്കിൽ മറ്റന്നാളുള്ള ഒരു ഡേറ്റ് അവിടെ കയ്യിൽ എഴുതിയിട്ടു. അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, ആ മെഹന്ദീൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഉദാഹരണ സഹിതം പറയും, ഇപ്പം ഇന്നിപ്പോൾ 7th വിചാരിക്കുക, ഇന്നാണ് ഞാൻ മെഹന്തി ഇട്ടത്. 9th ആണ് ഞാൻ മെഹന്തിയിലുള്ള ഡേറ്റ് വെച്ചിട്ടുള്ളത്. 9th രാവിലെ ഏർലി മോർണിംഗ് ആരോ ഒരാൾ ബെല്ലിടുന്നു. രണ്ടുപേരെ കാണുന്നു. എനിക്കൊരു പരിചയമില്ലാത്ത ആളാണ്. എൻ്റെ വീട്ടിലാണ്. ഒരു പരിചയമില്ലാത്ത 2 ആളെ കാണുന്നു. ഞാൻ വിചാരിക്കുന്നത് ആരാണോ ഇത്? അപ്പം ഓൺലൈൻ മീഡിയ എന്ന് വന്ന 2 ആൾക്കാരാണ്. എൻ്റെ കല്യാണം എൻഗേജ്മെന്റ് എന്നാന്നോ അമ്മേ?
അങ്ങനെ എന്തോ കല്യാണമാണോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആണെന്തോ വിചാരിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഭഗവാന്, ജസ്റ്റ് ഒരു മെഹന്തി ഇട്ടതിനാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് ഐ എം ഗെറ്റിംഗ് എൻഗേജ്ഡ് ഓർ ഐ എം ഗെറ്റിംഗ് മാരിഡ് എന്നുള്ളത്. അപ്പോൾ അൺബോക്സിംഗ് ഡൂഡ് ഓൾറെഡി പ്രൊഫൈലിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും സേവ് ദ ഡേറ്റ്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരെന്തായാലും പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടുണ്ടാവാം. ആ ത്രൂ ഇന്ന ഡേറ്റിനാണ് അൺബോക്സിംഗ് ഡൂഡ് കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം വെന്യൂ അടക്കം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് വന്നത്. ഈവൻ ഞാൻ എവിടെയും ഞാൻ ഇതുവരെയും എൻ്റെ വീട് എവിടെയാണെന്നൊന്നും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുപോലും കണ്ടുപിടിച്ചിട്ട് ഇവിടെ വരെ വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് സ്ഥിതിക്കായിരിക്കും അങ്ങോട്ട് വന്നത്. അത് ബാഡാണ്, സീരിയസ്ലി അത് ബാഡാണ്. കാരണം നിങ്ങൾ ഇവരെ ഓൺലൈൻ മീഡിയാസിനെ പർപ്പസ്ഫുള്ളി ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് ഒരു എക്സ്പോഷർ കിട്ടും, അല്ലെങ്കിൽ പല കവറടക്കളഞ്ഞാകുമ്പോൾ ഓക്കെ എക്സ്പോഷർ കിട്ടും എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോകുന്ന നിങ്ങളുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നിങ്ങളുടെ ഇഷ്ടമാണത്, നിങ്ങൾ ചെയ്യുന്നൊരു ജോലിയാണ്, അവരുടെ ജോലിയാണത്, കൃത്യമായിട്ടുള്ള പേയ്മെന്റ് ഒക്കെ വാങ്ങി ചെയ്യുന്ന ജോലിയാണത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഭയങ്കര വേസ്റ്റ് ആവുന്നുണ്ട്. ഓൺലൈൻ മീഡിയാസിനോടാണ് ഭയങ്കര വേസ്റ്റ് മീൻസ് ഭയങ്കര വേസ്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആംഗിൾ ആവട്ടെ, എല്ലാം ഭയങ്കര വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പം ഇവർ തന്നെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആരും അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. എനിക്കൊരു ബ്രൈഡ് എൻട്രി, എൻ്റെ മൈൻഡിലൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ബിക്കോസ് ഫുൾ ഓൺലൈൻ മീഡിയാസ് ആയിട്ട് നിറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും പ്രോപ്പറായിട്ട് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ആൾ പറയുന്നുണ്ട്, ആള് മാസങ്ങളോളം മെനക്കെട്ട് ചെയ്തതാണ്, ആളുടെ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് ആളുടെ വെഡിങ് ഔട്ട്ഫിറ്റ്. അത് ഇവർ ചവിട്ടി കുളമാക്കി. അതിപ്പം എനിക്ക് തോന്നുന്നു അനന്തുവിൻ്റെ വീഡിയോയിലാണ് അത് കൃത്യമായിട്ട് വെച്ചിട്ടുള്ളത്. ഓൺലൈൻ മീഡിയാസും ചവിട്ടുന്നുണ്ട്, അല്ലാത്തവരും ചവിട്ടുന്നുണ്ട്. ബിക്കോസ് ഷോള് വരുന്നത്, തലയിലിട്ട് ഷോള് വരുന്നത് ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ ചവിട്ടി അതിൻ്റെ കല്ലും കാര്യങ്ങളും ഒക്കെ ഇളകി പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓൺലൈൻ മീഡിയാസിനോടാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ കണ്ടന്റും കാര്യങ്ങളും ഉണ്ടാക്കുക. അല്ലാണ്ട് നിങ്ങളുടെ മുകളിൽ ബ്ലെയിം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ വെഡ്ഡിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഡ്രീമാണ്, ഡ്രീം കം ട്രൂ മൊമെന്റ് ഒക്കെയാണ് വെഡ്ഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളെ തൊട്ടിട്ട് കുളമാവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നു ആ ദിവസം തൊട്ട് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന സാധനം അവിടെ കട്ട്. പിന്നെ നമുക്ക് ലൈഫിൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. നമ്മുടെ ഫേസ് നാലാൾ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുന്ന അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മളെ നാലാൾ തിരിച്ചറിയുന്നതും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ടു ബി വെരി 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 ഓണസ്റ്റ്, വല്ലാഹിയാണ് ഞാൻ പറയുന്നത്, എനിക്കത് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. കാരണം പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിൽ പിന്നെ ഉണ്ടാവില്ല. കാരണം നമ്മളെ ഏതെങ്കിലും ആൾക്കാർ നമ്മളെ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ കോൺഷ്യസ് ആയി പോകും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയ ലൈഫിൽ ഗുഡ് ബാഡ് ഉണ്ട്. അതിൽ വലിയൊരു ബാഡാണ് ഈ പ്രൈവസി ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ടു ദ ഓൺലൈൻ മീഡിയാസ് ആണ്, നിങ്ങളുടെ ജോലി അതിമനോഹരമായിട്ട് എടുക്കുക. ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം കടന്നു ചെല്ലുക. ഒരാളുടെ വെരി ഹാപ്പി മൊമെന്റ്സ് സ്പോയിൽ ആക്കാണ്ടിരിക്കുക. ഓക്കെ.